ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. സോ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്വിൻസ് എന്ന് പറഞ്ഞ ഗെയിമിൽ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാണ് വീട് മൊത്തം. ഈ ഗെയിം എനിക്ക് ഓൾറെഡി അറിയാം ഗൈസ്. സോ നിങ്ങൾക്ക് അറിയാത്തവരാണെങ്കിൽ ഇത് നിങ്ങൾ കാണുക. അടുത്ത വീഡിയോയിൽ ഞാൻ ഗെയിം എസ്കേപ്പ് ആവാൻ കളിക്കുന്നതൊക്കെയാണ് ഗൈസ്. സോ ആ വീഡിയോയിൽ ഞാൻ കുറേ ഭാഗം കട്ട് ചെയ്യും. സോ അതുകൊണ്ടാണ് ഞാനിപ്പം ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യുന്നത്. സോ ഇത് രണ്ട് ജയിലിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതിൻ്റെ രണ്ട് ശത്രുക്കളുണ്ട്, ബോബും ബക്കും. ഗ്രാനീനെയും ഗ്രാൻഡ് പാനെയും കൂടെ കൊണ്ടുവരാൻ പറ്റും ഗൈസ്. പിന്നെ നമ്മൾ ചാവുമ്പോൾ ഇങ്ങനെ ലൈഫ് കുറയാണ് ചെയ്യുക, അതായത് ഡേ 1 ഡേ 2 എന്നല്ല. നമ്മളിപ്പോൾ ചത്തിട്ടില്ല, ഏതായാലും വീണാലും ലൈഫ് കുറയും ഗൈസ്. അപ്പോൾ ഈ ക്രോബാറിൻ്റെ യൂസൊക്കെ എവിടെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളിങ്ങനെ ടോക്കിക്കൊണ്ട് പോകണം ഗൈസ്. പിന്നെ ഇവിടെ ഡൈനാമൈറ്റ് ഒക്കെ കാണും. ഓക്കെ, ഈ റിവോൾവർ പാർട്ട് എവിടെ വെക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. ഈ കോഡൊക്കെ എവിടെ അടിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് റിവോൾവർ ആമോ. സോ നമുക്ക് ഇതൊക്കെ തുറന്ന് നോക്കാൻ പറ്റും ഗൈസ്. ഇതിനടിയിലോട്ട് പോയാൽ നമുക്ക് റിവോൾവർ വെക്കേണ്ട സംഭവമാണ്. നമുക്ക് ഈ പ്ലാങ്ക് അയക്കാൻ നമുക്ക് ഈ ക്രോബാർ യൂസ് ചെയ്യും. ഇതിൻ്റെ അകത്ത് പോയാൽ നമുക്ക് കറണ്ട് കട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് സ്ഥലമുള്ളത് ക്രോബാർ വെച്ച് മണ്ടയിലാണ്. ഇവിടെ ഒരു പമ്പ് ഹാൻഡിൽ വെച്ച് കഴിയുമ്പം പിന്നെ ഞാൻ പറയാൻ മറന്നുപോയ കാര്യം, ചാടാൻ നമുക്ക് പറ്റും. സോ നമുക്ക് ഇന്നത്തെ എസ്കേപ്പ് ആവാൻ 3, 4, 5 സാധനങ്ങളാണ് വേണ്ടത്. എത്ര സാധനം വേണമെന്ന് എനിക്ക് കറക്റ്റ് കണക്ക് അറിഞ്ഞുകൂടാ. എത്ര എണ്ണം വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു റെഡ് കീ വേണം. കുറേ എസ്കേപ്പ് ഉണ്ട് ഗൈസ്, എല്ലാ എസ്കേപ്പും ഉണ്ട്. ഇവിടെയൊക്കെ ഒരു ഡൈനാമൈറ്റ് വേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ പ്രാക്ടീസ് മോഡിലാണ് കളിക്കുന്നത്, അതുകൊണ്ടാണ് ഡൈനാമൈറ്റ് ഇല്ലാത്ത. പിന്നെ നമുക്ക് 2 ഡോർ ഹാൻഡിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുവെക്കാൻ പറ്റും. ഇവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്ലാസ്മ ഗൺ എന്ന് പറഞ്ഞൊരു ഗണ്ണ് കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് അടുക്കളയിലൊക്കെ ഇത് കണ്ടോ, ഈ ലിവർ വലിച്ചു കഴിഞ്ഞാൽ എല്ലാ സെല്ലും എല്ലാ ഗേറ്റും തുറക്കുന്നതാണ്. പിന്നെ നമുക്ക് ഇവിടുത്തെ ഷെൽഫൊക്കെ തുറക്കാൻ പറ്റും. ബ്ലൂ കീ എന്ന് പറയുന്നത് നമ്മളെ റൂഫ് എസ്കേപ്പ് ചെയ്യാനുള്ളതാണ്. പിന്നെ നമുക്ക് ഇത് മുറിക്കാൻ പറ്റും. ഇവിടെ എന്താ ഉള്ളത് നോക്കട്ടെ. ഓക്കെ ഗൈസ്, ഈ ഡൈനാമൈറ്റ് ഉണ്ട്. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ കബൂം എന്ന് പറഞ്ഞ ബട്ടണൊക്കെ നമ്മൾ ഓടണില്ലേ, നമ്മളും കൂടെ ചാവും കണ്ടോ. സോ അങ്ങനെയാണ് ഈ സംഭവം. ഓക്കെ, ഇങ്ങോട്ടൊക്കെ മതിലാണ്. എല്ലാ എസ്കേപ്പിംഗ് റൂട്ടും ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമുക്ക് 3 സാധനം പിടിക്കാൻ പറ്റും. സോ ക്രോബാർ നമ്മൾ ഓൾറെഡി പിടിച്ചിട്ടുണ്ട്. ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ താഴ്ത്തു പോകും. പിന്നെ ഇത് മൊത്തം ഷെൽഫാണ്. ഇതൊക്കെ ഞാൻ തുറന്ന് നോക്കണ്ടെന്ന് വിചാരിക്കുന്നു, എന്നാലും തുറന്ന് നോക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, ഇങ്ങോട്ടെല്ലാം മൊത്തം ഇതിൻ്റെ അത് വലിയ പ്രത്യേകിച്ച് ഈ ഡിസ്ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ സാധനം കണ്ടോ ഇപ്പോൾ മണ്ടയിൽ നിങ്ങൾ. ഈ സാധനം വെച്ച് നമുക്ക് ലൈഫ് കൂട്ടാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ഗൈസ്, അതിനായിട്ട് നിങ്ങൾ നേരത്തെ നമ്മൾ ഇത് പോയില്ലേ, നേരത്തെ റിവോൾവർ പാർട്ട് എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ താഴെ പോയില്ലേ ഗൈസ്. ഇവിടെയൊക്കെ ലേസർ ഉണ്ടല്ലേ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചാവാൻ സാധിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ലേസർ അത്രയ്ക്ക് പവർഫുള്ളാണ്. സോ ലേസറിൻ്റെ അങ്ങേ മൂലയ്ക്ക് പോയിട്ട് നമ്മൾ ജസ്റ്റ് അടിക്കണം. സോ ഇതൊക്കെ നമുക്ക് അവരെ കൊല്ലാൻ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഗൈസ്. സോ ഡേ 2-ൽ നമ്മളിങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. സോ ഇവിടുത്തെ കാര്യം ഞാൻ കുറച്ച് പറഞ്ഞുതരാം. ഓക്കെ ഗൈസ്, ഇത് കോഗ് ആവശ്യം നമുക്കുണ്ട്. ഇവിടെ നമുക്കിത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ കണ്ടോ, പമ്പ് ഹാൻഡിൽ കിട്ടിയേക്കാണ്. കോഗല്ല ഗൈസ്, അവിടെ എന്തെങ്കിലും ഹെവി ഉള്ള സാധനം മതി എന്നാണ് പറഞ്ഞത്. സോ അതാണ് ഞാൻ കോഗ് വെച്ചത്. ഓക്കെ, ഇവിടുന്ന് നമുക്ക് സെക്കൻഡ് റിവോൾവർ പാർട്ട് കിട്ടിയിട്ടുണ്ട്. സോ താഴെ വീണ് ജസ്റ്റ് വെച്ച് എത്തില്ല. ഒരു സാധനം അവിടെയാണുള്ളത് കേട്ടോ. നമ്മുടെ എസ്കേപ്പ് ആവാനുള്ള ഒരു സാധനം അവിടെയുണ്ട്. ഓക്കെ ഗൈസ്, ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ താഴെ എത്താൻ പറ്റും. നമ്മൾ റിവോൾവറൊക്കെ വെക്കേണ്ട ആ സ്ഥലത്തോട്ടാണ് പോവുക. കണ്ടോ, നമുക്ക് ഈ ലേസർ ഇപ്പോൾ പൊട്ടിച്ചാൽ നമ്മൾ വീണ്ടും ചാവും. കണ്ടോ, നമ്മളെന്തായാലും ചത്തു. അത് ഞാൻ ചാവാൻ വേണ്ടി തന്നെ ചെയ്തതാണ് ഗൈസ്, കാരണം ഇത് ജസ്റ്റ് പ്രാക്ടീസ് അല്ലേ. കണ്ടോ, നമ്മുടെ ലൈഫ് ഇപ്പോൾ ഇത്രയും കുറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ലേസറിന് അത്രയ്ക്ക് പവർഫുള്ളാണ് ഗൈസ്. നമ്മുടെ റിവോൾവറിൻ്റെ പാർട്ട് ഏതായാലും അവിടെ വീണിട്ടുണ്ട്. സോ നമുക്ക് ഡ്രോവേഴ്സ് എല്ലാം തുറക്കാൻ പറ്റും. സോ ഇതിൻ്റെ സുരക്ഷിത ഇറങ്ങണമെങ്കിൽ ഇങ്ങോട്ട് പോയി നമ്മൾ ഈ ഫോട്ടോയിൽ ചവിട്ടി ഇറങ്ങണം. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ സുരക്ഷിതമായി ഇറങ്ങേണ്ടത്. ഇവിടെ ഒരു ഡിസ്ക്, എന്തെങ്കിലും ഹെവിയുള്ള സാധനം നേരത്തെ വെച്ച് ആ സാധനമോ അല്ലെങ്കിൽ ഒരു ഡിസ്ക് എന്ന് പറഞ്ഞ സാധനമുണ്ട്, ആ സാധനം വെച്ചാൽ മതി. ഇവിടെ പിന്നെ ഒരു റെഡ് കീയും കൂടെ കിട്ടിയാൽ നമുക്ക് എസ്കേപ്പ് ആവാൻ പറ്റത്തില്ല, കാരണം 3 സാധനം കണ്ടുപിടിക്കണം. ഒരു സാധനം ഏകദേശം അല്ല, അവിടെ തന്നെ ഉണ്ട് ഗൈസ്. പിന്നെ അടുത്ത സാധനം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ താഴെയാണ് ഗൈസ്. അടുത്ത സാധനം എങ്ങനെ എടുക്കേണ്ടതെന്നും കൂടെ പറഞ്ഞുതരാം. നമ്മൾ ഇവിടെ ആയിട്ട് വന്നിട്ട് ഒരു ഹാൻഡ് വീൽ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതെടുത്ത് വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള വെള്ളം മൊത്തം കുറയും. ഇവിടെയാണ് പിന്നെ ഒരു എസ്കേപ്പ് ഉള്ളത്. വെള്ളം മൊത്തം കുറയും. സോ വെള്ളം കുറഞ്ഞു കഴിയുമ്പം നമ്മൾ
നമ്മൾ എവിടെയാണ് പോകേണ്ടത് ഞാൻ ഇപ്പം പറഞ്ഞുതരാം. റിവോൾവറൊക്കെ വെക്കുന്ന ഭാഗമില്ലേ, നമ്മൾ ലേസർ നേരത്തെ പൊട്ടിച്ചടിച്ച് ചാത്ത അവിടെ പോകണം. അവിടെ ആയിട്ടൊരു കോയിൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഇതാ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, നമുക്ക് ലൈഫ് കൂട്ടാനുള്ള 2 സാധനവും കിട്ടിയേക്കാണ്. അപ്പോൾ ലൈഫ് എങ്ങനെയാണ് കൂട്ടുന്നതെന്നും കൂടെ ഞാനിപ്പോൾ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ ഗൈസ്, അതിനായിട്ട് നമ്മൾ നേരത്തെ ഈ 2 സാധനം എടുക്കുക. ഇപ്പം നമ്മൾ ചാവാതിരുന്നാൽ മതിയായിരുന്നു ഗൈസ്. ഇതിനടിയിലൂടെ നമ്മൾ പോവാണ്. ഓക്കെ, അത് താഴെ കിടക്കട്ടെ. അത് താഴെ കിടക്കട്ടെ. നമുക്ക് നൈസായിട്ട് താഴോട്ട് ഇറങ്ങാം. ഭാഗ്യം കൊണ്ട് ചത്തില്ല. സോ നമ്മൾ ഈ 2 സാധനം എടുക്കുക. ഒന്നിവിടെ 2 ഇവിടെ വെക്കുക. എന്നിട്ട് ഈ സാധനം എടുത്ത് ഈ പ്ലസിൻ്റെ ഐക്കൺ നോക്കി കഴിഞ്ഞാൽ കണ്ട നമുക്ക് നമ്മളെ ലൈഫ് കൂട്ടാൻ പറ്റും. ഫുൾ ലൈഫ് ആയിട്ടുണ്ട്. ഹാമറിൻ്റെ ക്രോബാറിൻ്റെ യൂസ് ഒന്ന് തന്നെയാണ്. സോ 2 നമുക്ക് ആവശ്യമില്ല. പിന്നെ ഇവിടെയാണ് നമ്മൾ റിവോൾവറിൻ്റെ സംഭവം എല്ലാം വെക്കേണ്ടത്. ഇവിടെയാണ് നമ്മളെ കോയിനുള്ളത്. അതിനായിട്ട് നമ്മളവിടെ ഹാൻഡ് വീൽ കൊണ്ടുവെക്കണം. പിന്നെ ഡയമണ്ട് എവിടെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ടയിലാണ് ഗൈസ്. അതിനായിട്ട് നമുക്കൊരു സ്വിച്ച് ബോർഡ് വേണം. ആ സ്വിച്ച് ബോർഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്വിച്ച് ബോർഡ് കീ ആണ് ഗൈസ്, സ്വിച്ച് ബോർഡല്ല, സ്വിച്ച് ബോർഡ് കീ ആണ്. സ്വിച്ച് ബോർഡ് കീ കൊണ്ടിട്ട് ഇത് പിന്നെ ഇലക്ട്രിക് ഡോറാണ്. ഇതിനായിട്ട് നമ്മൾ പവർ കട്ട് ചെയ്യണം. അതെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ 3 റിവോൾവർ നമുക്ക് കിട്ടിയേക്കാണ്. സോ ഇവിടെ ആയിട്ടാണ് നമ്മൾ നേരത്തെ കണ്ട ആ പാറ്റേൺ അടിക്കേണ്ടത്. ആ പാറ്റേൺ ഇതാണെന്ന് തോന്നണു. അപ്പോൾ ഇതാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്കൊരു ഒച്ച കേൾക്കാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ ഈ പിക്ചറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം കിട്ടും. ഇപ്പം നമുക്ക് ഡോർ ഹാൻഡിലാണ് കിട്ടിയിരിക്കുന്നത്. സോ നമുക്ക് എന്തെങ്കിലും ഗൈസ് ഇവിടെയൊക്കെ ലേസർ ശരിക്കും ഇങ്ങനെ പ്രാക്ടീസ് മോഡിൽ ഉണ്ടാകുന്നതല്ലേ. ഇവിടെ നമുക്ക് കോഡ് അടിക്കാനുണ്ട്. സോ ആ കോഡ് ഏതെങ്കിലും റൂമിൽ കാണും. നമുക്ക് ഏതെങ്കിലും ലേസർ ഇവിടുന്ന് പൊടിച്ച് നോക്കാൻ. ചാവുകയാണെങ്കിൽ ചാവും. ചത്ത് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ അടിയിലൊരു പ്രാണിയുണ്ട്. ആ പ്രാണിയെയും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരേണ്ട ഈ വീഡിയോ എൻ്റെ ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ ഗൈസ്, ഇങ്ങനെയൊക്കെ നമ്മൾ റൂമിൽ പെട്ട് കഴിഞ്ഞാൽ ഈ ടോയ്ലറ്റ് അങ്ങ് മാറ്റുക. അപ്പോൾ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റും. നേരത്തെ എല്ലാ സെല്ലും നമ്മൾ തുറന്നതാണ്. കുഴപ്പമില്ല ഗൈസ്. നമുക്ക് അയൺ ഡിസ്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ യൂസ് ഇനി ഇല്ല ഗൈസ്. നമുക്ക് വേണേ ആ ഡോറിൽ കൊണ്ടുവെക്കാം. പിന്നെ അടിയിലൊരു പ്രാണി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ പ്രാണീനെയും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നേരെ അങ്ങ് പോയിട്ടുണ്ട്. ഈ പമ്പ് ഹാൻഡിലെടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുവെക്കുക. ആ പ്രാണീനെയും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് രണ്ടും നമുക്കിവിടെ ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, ആ സാധനം അങ്ങ് താഴെ പോയി ഗൈസ്. ഇനി ആ സാധനം കൊണ്ട് യൂസ് ഇല്ല. ഇതിൻ്റെ അകത്തൊരു പ്രാണിയുണ്ട്. ഇങ്ങനെ കുറേ താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു പ്രാണീനെ കാണാൻ പറ്റും. സോ ആ പ്രാണി നമുക്ക് കൊല്ലാൻ പറ്റും. അല്ലാതെ നമുക്ക് ഫീഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല ഗൈസ്. ഗ്രാനിയിൽ സ്ലെൻഡറിനെ അല്ല ഗൈസ്, സ്പൈഡറിനെ ഇല്ലേ, ആ സ്പൈഡറിനെ പോലെയാണ്. എൻ്റെ കയ്യിൽ ഇതിൻ്റെ റീമേക്ക് വേർഷൻ എൻ്റെ കയ്യിലുണ്ട് ഗൈസ്. പക്ഷേ ഇതെല്ലാം കളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ആ റീമേക്ക് കളിക്കാം കേട്ടോ. ഇപ്പോൾ ഒരു പ്രാണി ഇറങ്ങി വരും. കണ്ട ഇതാണ് പ്രാണി. ഈ പ്രാണി നമുക്ക് ആ റൂമിലിട്ട് പൂട്ടാൻ പറ്റും ഗൈസ്. അതിനാണ് ഞാൻ ഈ കോഗ് എടുത്തത്. ഓക്കെ ഗൈസ്, ആ പ്രാണി തിരിച്ചു പോയിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ എന്തായാലും ശ്രദ്ധിക്കണം ഗൈസ്. കാരണം നമ്മൾ ചാവുന്നുള്ള ഉറപ്പാണ്. നമ്മൾ ചാടി സൂക്ഷിച്ചൊക്കെ പോയില്ലേ നമ്മൾ ചാവും. നമ്മുടെ ഹെൽത്ത് പെട്ടെന്ന് കുറയും. ഹെൽത്ത് കൂട്ടാൻ എന്നെ നമ്മുടെ കയ്യിൽ മരുന്നില്ല. ഓക്കെ, ഇവിടെ നമ്മൾ ചാടണം ഗൈസ്. ഈ ചത്ത് ഗൈസ്. ഞാൻ അറിഞ്ഞുകൊണ്ട് ചാടിയതാണ്. സോ ആ പ്രാണിനെ കൂടെ നിങ്ങൾ കോകവിയിലെടുത്ത് അവിടെ കൊണ്ടുവെക്കുക. സോ ചത്തില്ലേ നമ്മൾ ഗൈസ്. അങ്ങനെയാണ് ആ ഡൈനാമേറ്റ് എടുത്ത് അതിനെ കൊന്നാൽ മതി. പക്ഷേ അതിനെ കൊല്ലാൻ പറ്റിയില്ല ഗൈസ്. അല്ലേ നമ്മൾ ആ സാധനോട് താഴോട്ട് പോയി. അതിനെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. സോ നിങ്ങൾ ആ അയൺ കോക്ക് എടുത്തിട്ട് ഇവിടെ ആയിട്ട് വെക്കുക. അയൺ കോക്ക് അല്ലേ ഗൈസ്? അതെ, എടുത്ത് ഇവിടെ വെക്കുക. എന്നിട്ട് ഈ ലിവർ പിടിച്ച് താഴ്ത്തുക. അപ്പോൾ ഈ കൂടടയും. അല്ലെങ്കിൽ നിങ്ങൾ ഡൈനാമേറ്റ് എടുത്തിട്ട് അവയെ അങ്ങ് പൊട്ടിച്ച് കളയുക. ഓക്കെ, ജസ്റ്റ് ലൈക്ക് ദിസ്. ഗൈസ്, മറ്റേ പ്രാണി നമ്മളെ കൊന്ന് ആ ബോംബിട്ട ആ പ്രാണി ചത്ത് കാണും ഗൈസ്. ബോംബ് നമ്മൾ അടുത്തിരുന്ന് പൊട്ടിയാൽ നമ്മളും ചാവും ഗൈസ്. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ എത്തുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അത്ര എനിക്ക് പറയാനുള്ളൂ ഗൈസ്. അപ്പം നമുക്ക് സ്വന്തമായിട്ട് ചാവണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് ഗൈസ് പമ്പ് ഹാൻഡിൽ വെക്കേണ്ടത്. എന്നിട്ട് ഇത് വിളിച്ച് തിരിച്ച് കഴിഞ്ഞാൽ ഈ ബോക്സ് വർക്ക് വേണ്ടിയിട്ട് ക്രോബാർ വേണം. സ്വന്തമായിട്ട് ചാവാൻ ഇവിടെ നിന്ന് എടുത്ത് ഇങ്ങനെ ഒറ്റ ചാട്ടം ചാടിയത്. നമ്മളിത് നമ്മൾ ഇതിലൂടെ നടന്നിപ്പോൾ ഇങ്ങനെ ചത്തില്ലേ ഗൈസ്? ഓക്കെ, സ്വന്തമായിട്ട് ചാവാനാണ് ആ പ്രാണിയുടെ അടുത്ത് പോയി നിൽക്കാൻ പറഞ്ഞത്. ആ കറണ്ട് കട്ടാക്കിയാലേ നമ്മൾ മൊണാലിസ ഗൈസ്. ഇതൊന്നും ചാവാതെ
ചാവാൻ വേറെ വഴിയൊന്നുമില്ല ഗൈസ്. അങ്ങനെയാണ് നമുക്ക് എന്ത് പരിപാടി ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ഗൈസ്, ഇവിടെ അടുത്ത് ഇങ്ങോട്ട് ചാടുക. ഇപ്പം ചത്തില്ല, ഇതുവരെ ചത്തില്ല ഗൈസ്. ചാവാൻ എന്തായാലും പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഇപ്പം ചത്തു. അപ്പോൾ നമ്മുടെ വീഡിയോ എത്തുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കുറേ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. സോ ഞാൻ അടുത്ത ഗെയിം പ്ലേയിൽ ഫുള്ളി കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പം ബൈ ബൈ.